Right there on top of the moon, we could sit and do nothing. I wish we were bold to just fly away. I don't wanna care, just be here and I'm good alone. I'll be okay, miss you like an old friend. Too scared now, thinking I should call up all night. I think it's hard how we always wait. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്കൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കണം എന്നാണ് ആഗ്രഹം. ഇന്ന് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എവിടെ പോകാനാണ് രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ കുറച്ച് നാളായിട്ട് ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്, കാർ ഓടിക്കാൻ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന സമയമൊക്കെ ഉണ്ടെങ്കിൽ കാർ എടുത്തിട്ട് ആരെങ്കിലും കൂടി എടുത്തിട്ട് പോകും, കൈ തെളിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹരി. അവനോടെയാണ് ഞാൻ പോകുന്നത്. ആൻഡ് അപ്പോൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റിലുള്ളൊരു കാര്യമാണ് ഡ്രൈവിങ്ങിന് പോകുക എന്നുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതങ്ങ് ചെയ്യാം. കാരണം വൈകിട്ട് പോകാനിരുന്ന കുറേ വേറെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ രാവിലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ തണുപ്പൊക്കെ ഇല്ലാതെ തന്നെ ഒരു ജാക്കറ്റൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. ഉറക്കം എണീറ്റ പോലെയാണ്. ബട്ട് ഹു കെയർസ്. ആപ്പിൾ റോഡിലൂടെയാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രെയിറ്റ് റോഡാണ്. കാർ ഓടിച്ച് പഠിക്കുന്നവർക്കൊക്കെ, കാർ ഓടിക്കാനും സ്കൂട്ടി ഓടിച്ച് പഠിക്കുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ റോഡല്ലേ? അതെ. രാവിലെ വരുമ്പോൾ വണ്ടിയൊന്നും കാണത്തില്ല അധികം, ധൈര്യമായിട്ട് ഓടിച്ച് പോകാം. നല്ല വ്യൂ ആണ്, കടൽ, കായൽ. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന നേരത്തോടെ സൈഡ് ഒതുക്കിയിട്ട് ചുമ്മാ ഇവിടെ ഒരു കായലും കടലും ഒക്കെ ആകുമ്പോൾ ഇറങ്ങി കാണുന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി അല്ലേ? അതെ, നാട്ടു നടപ്പ്. നമ്മളിവിടെ ഇങ്ങനെ ചുമ്മാ രാവിലെയാണ്, ചുമ്മാ ഒന്ന് നടക്കാം, ജസ്റ്റ് ഒന്ന് ഇവിടെ ഇരുന്നിട്ട് പോവാം എന്നിട്ട് ഒരു ചായയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇവിടുത്തെ കടകളെല്ലാം ക്ലോസ് ആണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചായക്കട തുടങ്ങി എന്ത് രാവിലെ ഒത്തിരി ആൾക്കാർ വരും. നമുക്കൊരു ചായക്കട തുടങ്ങിയാലോ? ബിസിനസ് ഐഡിയ. വ്യൂ ഉണ്ട്, എസ്തെറ്റിക്സ് ഉണ്ട്, ചായയും കൂടെ എന്ത് രസമായിരിക്കും. എന്തായാലും അവിടെ വരെ വന്നതല്ലേ, എന്നാൽ പിന്നെ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും ഈ സമയത്ത് വന്നിട്ട് പോലും ഇല്ല. പക്ഷെ പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് താമസം. പക്ഷേ ഞാൻ വന്നിട്ടില്ല, ഞാൻ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ എനിക്ക് ഇവിടെ നിന്നപ്പോൾ കുറച്ച് എന്താ പറയുക, ബോധോദ്യമുണ്ടായപ്പോലെ ഒരു തോട്ട് വന്നതാണ്. എനിക്ക് നമ്മൾക്ക് വല്ലപ്പോഴും ഇതുപോലെ നല്ല വ്യൂവും ഒരു സമാധാനമായിട്ടുള്ള മോർണിംഗൊക്കെ ആസ്വദിച്ചാൽ തന്നെ, ഇവിടേക്ക് ഒന്ന് പോയിരുന്നാൽ തന്നെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കുറച്ച് മനസ്സമാധാനം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ബൈ. ചാച്ചാ, ഞാൻ പോവാ. ചാച്ചാ, ഇറങ്ങാൻ പാടില്ല തിരുവനന്തപുരം. നിനക്ക് അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? പിന്നെ എന്നെ വീട്ടിൽ നിന്ന് കടൽ കാണിക്കാനായിട്ട് കൊണ്ടുവന്ന് ഫാമിലി ആയിട്ട് ഞങ്ങൾ ഒന്നച്ച ഇവിടെ കടൽ കാണിച്ചതാണ്. കടൽ തേരയൊക്കെ ഉണ്ട്. പോവാ. ഞാൻ പിന്നെ ഇവിടെ വരുന്നത് വിഷ്ണുപ്രിയരോടെയാണ്. 12th കഴിഞ്ഞിട്ട് സ്കൂട്ടി ഓടിച്ച് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന്, ഞാൻ അപ്പോഴാണ് ഇതിൻ്റെ അകത്തോട്ട് ആ ഏരിയയിലോട്ട് വരുന്ന പറ്റി നമ്മുടെ കൂടെ വന്നതാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് എന്നോട് ബൈ പറഞ്ഞ് പോയതല്ലേ? ഇതാ വരുന്നു ഫ്രണ്ട്ലി പറ്റിയാന്ന് തോന്നുന്നു. നമുക്ക് പോയി ഒരു ചായ കുടിച്ചിട്ട് കഴിക്കണോ? ഹരി വേണ്ട വേണ്ട, എന്തെങ്കിലും ചായ കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ ഗൈസ്, നമ്മളൊരു ചായ കുടിക്കാൻ വന്നതാണ്. ഡൺ. നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളിപ്പോ അത്യാവശ്യം കുറച്ച് ഓടിച്ചല്ലേ, ഓടിച്ചിട്ട് നമ്മള് വണ്ടി ഇവിടെ സ്റ്റോപ്പായില്ല. ഗൈസ്, നിങ്ങൾ വണ്ടി ഓടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും വണ്ടി എടുക്കണം. എനിക്ക് ആ ഒരു അബദ്ധം
നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വീടെത്തിയല്ലടാ. അതെ, വീടെത്തി. ഇനിയിപ്പോൾ നാളെ പോവല്ലേ? അതെ, നാളെ ഒരു അരമണിക്കൂറിൽ നമുക്ക് ഓടിക്കാം. ഹായ് ഗൈസ്, അപ്പം ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ പരിപാടി കുറച്ച് വീഡിയോ എടുക്കാനുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ടു ഡു ലിസ്റ്റിലുള്ള എൻ്റെ ഐറ്റം. അതായത് എനിക്ക് 2 ഷോർട്സ്, റീൽസും പിന്നെ എനിക്ക് 2 വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ അത് നമുക്കിന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് മെയിൻ സംഭവം. അതൊക്കെ അപ്പോൾ ഞാനിനി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ റെഡി ആവാനായിട്ട് പോവാണ്. അപ്പോൾ 2 വീഡിയോ എടുത്തു, ഒരു 2 ഷോർട്സിനുള്ള കോണ്ടൻറ്റ്. പക്ഷെ എങ്ങനെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരും എന്നൊന്നും എനിക്ക് അറിഞ്ഞോളാം. ഫ്ലോപ്പായൊന്നും എനിക്ക് അറിഞ്ഞോളാം. നോക്കാമല്ലേ. ഇനി എനിക്കൊരു വീഡിയോ കൂടെ എടുക്കാനുണ്ട്. പക്ഷേ എനിക്ക് വയ്യ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഒത്തിരി ലൈറ്റ് പോവും. നല്ല കുഴപ്പമില്ല. ഞാനൊരു റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് ബാക്കി ചെയ്യും. ഇതാണ് എൻ്റെ വീട്ടിലെ പൂച്ച കിട്ടു. ചായ ഇടുന്ന സമയമാകുമ്പോൾ എപ്പോഴും അവിടെ വന്നിരിക്കാറുണ്ട്. വൈകിട്ട് നമ്മൾ ചായയോടെ എന്തെങ്കിലും കഴിക്കാൻ എടുക്കുമ്പോൾ കഴിക്കാമല്ലോ, അതാണ് പുള്ളിയുടെ ഐഡിയ. പിന്നെ ഞാനൊരു ബുക്ക് വായിക്കാൻ വിചാരിച്ചു. ഞാൻ ഇപ്പം 1 വീക്കായിട്ട് ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പോൾ എനിക്കെന്താ പെട്ടെന്ന് ബുക്ക് വായിക്കാൻ തോന്നിയിട്ട് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുവാണ്. വൈകിട്ടായല്ലോ, അപ്പോൾ അമ്മ ഇങ്ങനെ ചായ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബേക്കറി ഐറ്റംസും കഴിച്ചുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ചായ ഇട്ട് ഞാൻ വെച്ചാൽ ഫ്രണ്ടിൽ പോയിരുന്നു വായിക്കാം. കുറച്ച് കാറ്റും വെളിച്ചമുള്ളടുത്ത് പോയിരുന്നു വായിക്കാൻ വിചാരിച്ചിട്ട് ചായയൊക്കെ എടുത്ത് അവിടെ പോയിരുന്നിട്ട് കുറച്ച് പേജസ് വായിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ എല്ലാ പ്ലാനിങ്ങിലേക്ക് ഒരു മാറ്റം ഉണ്ടായി. ഞങ്ങൾ വൈകിട്ട് അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തു. സഡനായിട്ട് പ്ലാൻ ചെയ്തതാണ്. ഇതാണ് എൻ്റെ കസിൻ. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ സാധാരണ അങ്ങനെ നല്ല കോലത്തിലൊന്നും ഒരുങ്ങാറില്ല. പക്ഷേ ഇന്നൊരു പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിൽ പോയി. അവിടെ പോയത് കൊണ്ട് തന്നെ എൻ്റെ വീഡിയോ എടുക്കൽ ബാക്കി പരിപാടികളൊന്നും നടന്നില്ല. പിന്നെ നമ്മൾ ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടെ തൊഴുതിട്ട് പിന്നെ വേറൊരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെ ഉത്സവമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങോട്ട് പോയി. അവിടെ കുറേ നൃത്തകലാ പരിപാടികൾ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പോവാനായിട്ട്. പക്ഷേ വീട്ടുകാരുടെ പ്രലോഭനത്തിൽ പോകേണ്ടി വന്നു. എനിക്ക് അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ബോറൊക്കെ അടിച്ച് അങ്ങനെ ചുമ്മാ നമ്മുടെ കലാപരിപാടികളിലോട്ട് കിടന്നു. ഞാൻ ഭയങ്കര പാനിപൂരി ഫാനൊന്നുമല്ലേ, പക്ഷേ നമുക്കിങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ ഒരു കൊതി വരുമല്ലോ. അങ്ങനെ ഞങ്ങളത് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിലെത്തി. സമയം ഒരു 9:30 ആവാറായി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളൊന്നും നടന്നില്ല. ബിക്കോസ് ഓഫ് ദിസ് നടയിപ്പോക്കൽ. പ്രതീക്ഷിക്കാതെ പോയതാണ് വീട്ടിൽ നിന്ന് പോയപ്പോൾ. അപ്പം എൻ്റെ കാര്യങ്ങൾ കുറച്ച് നടന്നില്ല. നമ്മൾ വരാതെ ലേറ്റായി. 9 മണി ആയപ്പോഴാണ് എത്തിയത്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. സോ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. യെസ്. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതിലൊരു 4 കാര്യം നടന്നു, 3 കാര്യം നടന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. 4 കാര്യം ചെയ്തല്ലോ. അപ്പോൾ അത് ബാക്കി നമുക്ക് നാളെ ചെയ്യുന്ന വലിയ പ്രയോറിറ്റിയുള്ള കാര്യമല്ലായിരുന്നു. ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ജേർണലിയാണെന്ന് വിചാരിച്ചിട്ട് ജേർണലി ആയിരുന്നു. അന്നത്തെ സംഭവങ്ങളും കുറച്ച് ചെയ്തുള്ള ജേർണലിങ് കലാപരിപാടികളൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നേരം അത് ചെയ്തു. ഇങ്ങനെ ജേർണൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ജേർണൽ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു റാം കെയർ ഓഫ് ആനന്ദി ഞാൻ വൈകിട്ട് വായിച്ചുകൊണ്ടിരുന്നതിൻ്റെ കുറച്ച് പേജസും കൂടെ വായിച്ചിട്ട് കിടക്കാമെന്ന്. എനിക്ക് ആ ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ വായിക്കാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനങ്ങനെ കിടന്നിട്ട് വായിക്കുകയാണ്. കിടന്നുകൊണ്ട് നിങ്ങളാരും വായിക്കരുത്, നമ്മുടെ കണ്ണിന് അത്ര നല്ലതൊന്നും അല്ല. അങ്ങനെ ഞാൻ ബുക്ക് വായിക്കുകയാണ്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ്, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും.